ശാരിക, നമ്മുടെ ജനപ്രതിനിധികളിൽ ഏറ്റവും അന്തസ്സുള്ള MLA ആരെന്നറിയോ? അറിയാം. വേണം ചെറിയൊരു ക്ലൂ തരാം. അന്തസ് വേണമടാ, അന്തസ്. എന്തെങ്കിലും നടനാണ്, നടനും കൂടിയാണ്. അതെ, മൊത്തം നടനമാണ്. അതെ അതെ, അറിയാം. കൊല്ലംകാരനാണ്. അപ്പൊ മുകേഷ് എന്തായാലും അശ്വമേധത്തിൽ ശാരിക ജയിച്ചിരിക്കുകയാണ്. എന്തായാലും കൊല്ലത്തെ മുകേഷ് കൊല്ലംകാർക്ക് എന്തായാലും കാണാൻ കിട്ടത്തില്ലെങ്കിലും കറക്റ്റായിട്ടുള്ള ഗ്യാപ്പുകളിൽ എന്തെങ്കിലും വിവാദമുണ്ടാക്കി വായിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയ നിൽക്കുക എന്നുള്ളത് നമ്മുടെ കൊല്ലത്തെ മുകേഷിന്റെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് വന്നൊരു വോയിസ് ക്ലിപ്പ് ശാരിക കേട്ടായിരുന്നു. അതായത് ഒരു പാവപ്പെട്ട ചെറുക്കനെ അറഞ്ചാൻ പറഞ്ഞാൻ തെറിവിളി. ഓക്കെ, ആരും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ മനുഷ്യൻ എന്താണ് അയാളുടെ പേര്? ഗൗതമാണ് പയ്യന്റെ പേര്. ഇന്നൊരാളെ അറിയാമോ എന്ന് ചോദിച്ചതിന്, അതായത് ഒരു പൈസ തട്ടിപ്പ് കേസാണ്. 5 ലക്ഷം രൂപ എങ്ങാണ്ട് മേടിച്ചു. അപ്പൊ ഇന്ന ആളുടെ സുഹൃത്തല്ലേന്ന് ചോദിച്ചപ്പോ സത്യത്തിൽ ഞാൻ ആ വോയിസ് തുടക്കം തൊട്ട് കേട്ട് ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. കറക്റ്റ്, നിന്നെ വെട്ടിക്കറുപ്പരുത്തുകളെയും നിന്നെ വെട്ടിക്കൂട്ടും. നീ ആരാന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഇത് സൈബർ സെല്ലുമായിട്ട് കണക്റ്റഡ് ആണ് നമ്പർ. സൈബർ സെല്ലുമായിട്ട് ഇങ്ങനെ നമ്പർ കണക്ട് ചെയ്തിരിക്കുന്ന നാട്ടുകാർക്കറിയാം. ഹേമ കമ്മിറ്റിയിൽ ഇയാൾ മുണ്ടിട്ട് നടന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഇയാൾ ഇത്ര മാന്യനൊന്നും വേണ്ട. MLA ആണ്. എന്തോ കഷ്ടകാലത്തിലോ ജനങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് 2ാമത് ജയിച്ചു കയറിയതും കണ്ട. എന്തു തന്നെ ആയാലും ഒരു MLA, ഒരു നടൻ, 2 നിലങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ പേഴ്സണൽ ലൈഫ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ പറയപ്പെടുന്ന MLA എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ സ്വത്താണല്ലോ. അപ്പൊ പൊതുജനങ്ങളാണല്ലോ ഇയാൾ MLA ആയിട്ട് അവരോധിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങേർക്കൊരു മാന്യത എന്ന് പറഞ്ഞ സാധനം അതുണ്ടോ? അതെനിക്ക് നല്ല സംശയമുണ്ട്. തീർച്ചയായിട്ടും ഈ ഫോൺ കോള് കേൾക്കുന്ന ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ നമുക്ക് മുകേഷിനെ പറ്റി ചെറിയൊരു മതിപ്പൊക്കെ തോന്നും. കാര്യം ഇങ്ങോട്ട് വന്നൊരു കോള് തിരിച്ചു വിളിക്കുകയാണ്. നല്ലൊരു MLA ആണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കും. ഇങ്ങോട്ട് ഒരു കോൾ വന്നായിരുന്നല്ലോ, ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ പറയുകയാണ്, ഇങ്ങനെയാണ്, എവിടാണ് പേര്, നിങ്ങളുടെ നാടെന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് വിളിക്കുന്നു, എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു അൺനോൺ നമ്പറിൽ നമുക്ക് മെസ്സേജ് വന്നാലും കോൾ വന്നാലും നമ്മൾ ചോദിക്കും, ഇതൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം നമ്മൾ ആ ഒരു മൊമെന്റ് വരെ നമ്മൾ വിചാരിക്കും എന്ത് നല്ല MLA ആണ്, ഇങ്ങോട്ട് വരുന്ന ഒരു കോള് തിരിച്ചു വിളിച്ചിട്ട് പ്രശ്നം എന്താണെന്ന് തിരക്കുകയാണ്. അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോവുക. ഇത് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊല്ലത്തെ ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, പേര് രാധാകൃഷ്ണൻ എന്നാണ്. രാധാകൃഷ്ണൻ ഒരുപാട് കേസുകളിൽ ഇങ്ങനെ ആരോപണങ്ങളും ഒക്കെ നേരിട്ടുള്ള ഒരു വ്യക്തിയാണ്. മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലടക്കം പലതവണ ഈ വ്യക്തിയുടെ കള്ളക്കളികളും അദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പല ആൾക്കാരിൽ നിന്നും പല പേരിൽ ഫണ്ട് തട്ടിയെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗൗതം രാധാകൃഷ്ണന്റെ സുഹൃത്താണല്ലോ താങ്കൾ എന്ന് പറഞ്ഞു തുടങ്ങിയത് മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പോക്കായിരുന്നു മുകേഷ്. അതെ, അതായത് രാധാകൃഷ്ണനുമായിട്ട് ഇതിനു മുമ്പ് മുകേഷിന് ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇത് തമ്മിലുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ ഗൗതം തന്നെ പറഞ്ഞ് പിന്നീട് പല ഓൺലൈൻ ചാനലുകളും ഇയാളെ കോൺടാക്ട് ചെയ്ത് മനസ്സിലായത്. ഇപ്പൊ പെട്ടെന്ന് മുകേഷ് അങ്ങ് മറുകണ്ട ചാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളിടയിലാണ് മുകേഷ് പോകുന്നത്. മുകേഷ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അയാൾക്ക് ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളിൽ, അതുപോലെ ലൈംഗിക അപവാദ കേസുകൾ, അതോടൊപ്പം തന്നെ MLA സ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇയാളുടെ ഒരു ബിഹേവിയറൽ തിങ്, ഇതെല്ലാം മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ കൊണ്ടാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയും അയാളൊരു പക്ഷേ ഈ രാഗം ഇനി അടുത്ത എന്തെങ്കിലും അലിഗേഷനോ ആയിട്ടാണോ ഈ ഗൗതം വരുന്നത്, ആരാണ് അപ്പുറത്ത് നിൽക്കുന്ന പുള്ളി ചിന്തിക്കുന്നത്, പുള്ളിയുടെ സകല കൺട്രോളും പോയി. ഇതുപോലെ വന്ന പല ഫോൺ കോളുകളും ഇത് ലീക്ക് ആയിട്ടുണ്ട്. എനിക്കൊന്നൊരു സ്ത്രീ ആയിട്ടുള്ള ഫോൺ കോളൊക്കെ ഇതുപോലെ ലീക്ക് ആയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ മറ്റൊരു പ്രമുഖ ഓൺലൈൻ ചാനൽ അതിന്റെ പേരുള്ള ഇൻവെസ്റ്റിഗേഷൻ ലീക്ക് ആക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഈ ഫോൺ കോളിലാണ് എനിക്ക് തോന്നുന്നു ഈ MLA എപ്പോഴും വിവാദമായിരിക്കും. ഒരു പയ്യൻ രാത്രി വിളിച്ചിട്ട് ആ ചെറുക്കനെ തന്തയ്ക്കും തളയ്ക്കുകയും ഈ മനുഷ്യൻ, അതാണ് നമ്മുടെ ട്രെൻഡിങ് ഡയലോഗ്, അതൊരു ഉളുപ്പില്ലാതെ പുള്ളി തന്നെ പുള്ളിയുടെ സിനിമയിൽ അത് ഡയലോഗായിട്ട് സട്ടയറായിട്ട് പറയുന്നുണ്ട്. അതെ, അപ്പൊ അന്ന് നമ്മളെ കുറെ പേര് മുകേഷിന്റെ ഭാഗത്ത് നിന്നു. കഷ്ടം, ശരിയല്ലേ, ഒരു പയ്യൻ കളിക്കാണെങ്കിലും ഒരാളെ നൈറ്റിലൊക്കെ വിളിച്ച് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛന്റെ പ്രായമുള്ള വ്യക്തിയല്ലേ, ഇത്രയും ജോലിയൊക്കെ എടുത്തിട്ട് വന്ന് കിടക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. പിന്നീട് ഇയാളുടെ യഥാർത്ഥ മുഖം, അതായത് അയാളുടെ ഹേമ കമ്മിറ്റിയിലൂടെ പുള്ളിയുടെ ആ ഒരു മാന്യമായ മുഖം വലിച്ചീറപ്പെടുന്നു. പിന്നെ തെളിവുകൾ പല സ്ത്രീകളുമായിട്ടുള്ള ഫോൺ കോളുകൾ ലീക്ക് ആവുന്നു. അതും ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് വ്യാപകമായിട്ടുള്ള വൈറൽ കണ്ടന്റായി മാറുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം സംഭവം. സ്വാഭാവികമായിട്ടും ഇതിന് പകരം ഒരു പത്രപ്രവർത്തകൻ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മുകേഷിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുമ്പോൾ പുള്ളി ചോദിക്കുന്ന അയാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, താങ്കൾ മുകേഷ്? അതെ, മുകേഷാണ്. അപ്പൊ സാറിന് ഒരു ഗൗതമിന്റെ ഒരു പയ്യനുമായിട്ടുള്ള സംഭാഷണം ഭയങ്കര ലീക്ക് ആയിട്ടുണ്ടല്ലോ, അതിനിപ്പോ എന്ത് വേണം? അല്ല സാറിപ്പോ എന്തോ ആയിക്കോട്ടെ, സാറിപ്പോ അവരോട് അങ്ങനെ ഒരു ബിഹേവ്, എടാ അവൻ ആരാണെന്ന് നിനക്ക് അറിയാവോ? പുള്ളി തിരിച്ച് ഈ വിളിക്കുന്നത് ഗൗതമല്ല, ഗൗതത്തിന്റെ കാര്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തനം വിളിച്ചിരുന്നു. അവൻ ആരാണെന്ന് നിനക്ക് അറിയാം? എന്താ കണ്ടിട്ടാണ് നീ അവനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്നത്? അപ്പൊ പുള്ളി അങ്ങ് കലിപ്പിച്ചു. പുള്ളി ഒരു കലിപ്പ മാധ്യമപ്രവർത്തനായിരുന്നു. പുള്ളി പറഞ്ഞു,
എന്റെ പൊന്ന് സാറേ ആരായിക്കോട്ടെ, സാറൊരു MLA അല്ലേ, അതിനൊരു മാന്യത കീപ്പ് ചെയ്യുന്നത്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണ് അവിടെ വിളിക്കുന്നത്, നിനക്ക് ഇനിയും എന്നോട് സംസാരിക്കണോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ നിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പുള്ളി ഒന്നുകൂടെ കലിച്ചു ഈ മാധ്യമപ്രവർത്തകൻ. അപ്പൊ തന്നെ പുള്ളി ഫോണും കട്ട് ചെയ്ത് നമ്പറും ബ്ലോക്ക് ചെയ്തു. ഇതാണ് മുകേഷ് ചെയ്തത്. സത്യത്തിൽ ഇയാളെയൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് വലിച്ചടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാലാണ് സത്യത്തിൽ നമ്മളൊക്കെ മണ്ടന്മാരായി മാറുന്നത്. നമ്മൾ തന്നെയാണ് ഇവനൊക്കെ വോട്ട് കൊടുക്കുന്നത്. അതെ, എന്തായാലും ഈ പറഞ്ഞ പോലത്തുള്ള ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഗൗതം എന്ന് പറയുന്ന ഒരു വ്യക്തി രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അയാൾക്ക് 5 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്തു. ഇയാൾ തന്നെ ചാനലിൽ HR മാനേജറായിട്ട് ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഏതാണ്ട് ഒരു 3 മാസത്തോളം ഇയാൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ രാഗം രാധാകൃഷ്ണന്റെ പൊടി പോലും ഇല്ല. കാര്യം ഈ ഒരു തട്ടിക്കൂട്ട് ഓഫീസായിരുന്നു, അല്ലെങ്കിൽ ഇയാളെ അല്ലെങ്കിൽ ഇത്തരക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു സെറ്റപ്പായിരുന്നു ഇത്. എന്നിട്ട് ഇയാളോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഒരു ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമൊന്നും അധികം ആൾക്കാരും അറിയാൻ പാടില്ലെന്ന്. അപ്പോഴേ ഈ വ്യക്തിയെ ചിന്തിക്കേണ്ടതായിരുന്നു. എങ്കിൽ പോലും പറഞ്ഞ പോലെ അയാളുടെ ഒരു അയാൾ പെട്ടെന്ന് അങ്ങനെ അയാൾ ചതിക്കുമെന്ന് വിചാരിച്ച് കാണില്ല, നമുക്കറിയില്ല. അപ്പം ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ ഈ രാഗം രാധാകൃഷ്ണന്റെ ചാനലും അല്ലാതെയൊക്കെ ഒരു PR വർക്കിന് പോലെയുള്ള സപ്പോർട്ട് കൊടുത്ത, മീഡിയ സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ് ഈ രാഗം രാധാകൃഷ്ണനും അയാളുടെ ചാനലും ഒക്കെ മുകേഷിന്. ആ സമയത്ത് അവർ തമ്മിൽ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നതാനും. പിന്നെ ചില അലിഗേഷൻസ് ഒക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടും കോമൺ ആയിട്ടും ഒക്കെ വന്നിരുന്നു. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ശരി ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ല സുഹൃത്തായിട്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ ശത്രുക്കളായിട്ടൊക്കെ മാറുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ മതി, രാഗം രാധാകൃഷ്ണനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അയാളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പോലും വേണമെങ്കിൽ പറയാം. ഏറ്റവും അവസാനത്തിന് മാന്യത അല്ലെങ്കിൽ പാലിക്കേണ്ട മിനിമം മര്യാദ അതാണ് ഒരു വ്യക്തി. പക്ഷെ പുള്ളി എന്തിനാണ് ഇത്രയും പേഴ്സണൽ എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലിച്ചു കയറുക. അത് വെച്ചാൽ ഇതൊരു അപ്പാവി പയ്യൻ, അത് ഗൗതം എന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആരോ ആയിക്കൊള്ളട്ടെ, അവൻ വളരെ സൗമ്യനായിട്ട് ഒരു തരത്തിലുള്ള പ്രകോപനമില്ല. അല്ല സർ, ഞാനിങ്ങനെ TV-യിൽ കണ്ടു, ഫോൺ സംഭാഷണം, നീ ഇറങ്ങിയിരിക്കുക, നീ ഓരോ സാധനങ്ങളുടെ നീ ഇറങ്ങിയിരിക്കുക, നീ ഞാൻ ആരാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ വീട്ടിൽ കയറി പരത്തി പിരുത്തി കളയും കേട്ടാ. നീ എന്തുവാ, നീ പോലീസ് വരും, നീ ഉറങ്ങത്തില്ല, നീ ജീവനോടെ ഉണ്ടാവത്തില്ല, നീ വേറെ സ്ഥലത്തിരിക്കും. അതാണ് ഗുണ്ട, പക്കാ ലോക്കൽ ഗുണ്ടകളുടെ സ്ലാങ്ങിലാണ് ഒരു സ്ഥലത്തെ MLA ഈ ഒരു കാര്യം ചോദിക്കാനായിട്ട് വിളിക്കുന്നത്. പുള്ളി അങ്ങേറ്റം പ്രകോപിതനാക്കിയെങ്കിൽ ദേഷ്യപ്പെടുന്നത് ചൊറഞ്ഞ് ഈ പറഞ്ഞാണെങ്കിൽ ചില ആൾക്കാർ സ്വാഭാവികമായിട്ട് വിളിക്കും, കോൾ റെക്കോർഡിംഗ് ഇട്ട് വൈറലാക്കാൻ വേണ്ടി തന്നെ, പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വിളിക്കും. ചൊറഞ്ഞ് വായിൽ നിന്ന് 2 കിട്ടട്ടെ എന്ന് വെച്ചിട്ട് തന്നെ വിളിക്കും. ഇത് അങ്ങനെയൊന്നും അല്ല, ഒരു അപ്പാവി പയ്യനാന്ന് തോന്നുന്നു. നമുക്ക് സംസാരത്തിൽ നിന്നൊക്കെ നേരെ വാതുറക്കാത്തൊരു പയ്യനാ. ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾക്കാണ്. ഇതാണ് ഭീഷണിയാണ്. ഇത് ശരിക്കും കേസെടുക്കേണ്ട കാര്യമാണെന്നേ. ഇത് സാധാരണ 2 പേര്, ഒരു MLA അല്ല എതിർ സ്ഥാനത്ത് നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഈ വധഭീഷണിക്ക് പോലും കേസെടുക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണിത്. പക്ഷെ എന്തുകൊണ്ട് ഇത് കേസാവില്ല? കാര്യം ഭരിക്കുന്നതും ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചതും എല്ലാം ഒരു കൂട്ടരാണല്ലോ, തൊഴിലാളി വർഗത്തിന്റെ വക്താക്കളാണല്ലോ. എന്ത് തന്നെ ആയാലും ഈ ഗൗതം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, അയാളുടെ കയ്യിൽ 5 ലക്ഷം രൂപയാണ് പോയത്. സ്വാഭാവികമായിട്ട് ഗൗതം കൊല്ലംകാരനാണ്. അപ്പം തന്റെ അറിയാവുന്ന ഒരാൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം MLA ആണ്. അപ്പോൾ ഇയാളുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ സാറേ ഒരു പരാതി, നമ്മൾ സ്വാഭാവികം അങ്ങനെയല്ലേ, ഇപ്പൊ പിണറായി സഖാവിനെ നമുക്കറിയാം, പിണറായി സാഹിബിന്റെ ഒരു കൂട്ടുകാരനെ നമുക്കറിയാം. അയാൾ എന്റെ നിന്ന് പൈസ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പിണറായി സഖാവിനെ പിണറായി സഖാവ് താങ്കളുടെ 5 ലക്ഷം രൂപയാണ് മേടിച്ചു പോയിരിക്കുന്നത്. HR അത് ജോലി കൊടുക്കും, 3 മാസമായിട്ട് ജോലിയും ഇല്ല, പണവും ഇല്ല, ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് അവൻ ഏതെല്ലാം അവസ്ഥയിലാണ് നിൽക്കുന്നത് ആർക്കറിയാം. അപ്പൊ അങ്ങനെ ആ ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും, ഇപ്പൊ ഇത് പറഞ്ഞൊരു മനോവിഷമത്തിൽ എങ്ങാനും പോലെ നാട് വിട്ടു പോവുകയോ വല്ലതും ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ മുകേഷ് ഇപ്പൊ ജയിലിൽ കിടക്കത്തില്ലേ? പറയുന്നൊരു മാന്യതയൊക്കെ വേണ്ടേ? ഒരു അപ്പുറത്തേക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ എന്താ? ഗുണ്ടായസോ ഈ പറഞ്ഞ കണക്ക്. എന്നിട്ട് കോമഡി ഇതൊന്നും അല്ലെന്നേ, എന്റെ നമ്പർ സൈബറോട് കണക്ട് ചെയ്തേക്കാന്ന് പറയുന്നത്. സാധാരണ സൈബറോട് കണക്ട് ചെയ്യുന്ന ആടെ നമ്പരാ, കൊടും ക്രിമിനലുകളുടെ അല്ലെങ്കിൽ പോലീസിന്റെ ഈ സർവൈലൻസിലുള്ള ആൾക്കാരാ. ഇവന് എന്ത് ചെയ്യുന്നു, അടുത്ത മൂവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ തീവ്രവാദികൾ ഇവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവൻ ആരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ പറഞ്ഞാൽ കോടതിക്ക് ശല്യം കാരണം വയ്യായിരിക്കും, പരാതികൾ കാരണമേ നിരന്തരമായിട്ട് മുകേഷിനെ ഒന്ന് താക്കീത് ചെയ്ത് പോലീസുകാരൊക്കെ പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരുപാട് ഇങ്ങനെ അത് കോടതിയുടെ ഉത്തരവാണെന്നാണ് മുകേഷ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കത് കേട്ടപ്പോ ശരിയാവുന്നത്. സൈബർ വിങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുവാണ്. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ ആള് വരും, നിന്നെ നീ കിടന്നുറങ്ങത്തില്ല. എന്റെ മേഴ്സിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ അറിയാതെ വിളിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ നീ പെടും, നീ ജീവിച്ചിരിക്കത്തില്ല, നിന്റെ വീട്ടിൽ ഇപ്പൊ ആള് വരും, നിനക്ക് ജീവൻ വേണമെങ്കിൽ വെച്ചോ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ കണക്കിന് വീട്ടിൽ കയറി അടിക്കും, ജീവൻ വേണമെങ്കിൽ വെച്ചോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇത് ചെറിയ വാചകങ്ങളോ വാക്കുകളോ അല്ല. ഇത് പ്രത്യക്ഷത്തിൽ സ്വമേധയാ കോടതിക്ക് വേണമെങ്കിൽ കേസെടുക്കാൻ പറ്റുന്ന രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഈ MLA, സ്ഥലം MLA ഈ ഒരു വ്യക്തി എടുക്കുക. അതും ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ച ആളാണെങ്കിൽ ഓക്കെ. ഒരാൾ ഒരു 5 ലക്ഷം രൂപയിൽ ബാധ്യതയിൽപ്പെട്ട് അല്ലെങ്കിൽ മുകേഷിന്റെ സുഹൃത്തായിരുന്ന ഒരു വ്യക്തിക്ക് കൊടുത്ത് പെട്ട് നിൽക്കുകയാണ് അയാൾ. ഒരു ജനപ്രതിനിധി അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദം വെച്ചിട്ട് അയാൾക്ക് സംസാരിച്ചിട്ട് ഈ പണം ഒന്ന് തിരിച്ച്
എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അയാൾ വിളിക്കുന്നത്. ഇയാൾ കാര്യം പോലും ചോദിക്കുന്നില്ല, എന്തിനാണ് വിളിച്ചതെന്നോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊന്നും ചോദിക്കുന്നില്ല. വേറൊരു സംഭാഷണമുണ്ട് മുകേഷ് ഇയാളെ ന്യായീകരിച്ച് പറയുന്നതായിട്ട്. അതായത് ഈ രാഘവൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ എനിക്കറിയാവുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്, അയാൾ ആരെയും പറഞ്ഞ് പറ്റിക്കത്തൊന്നുമില്ല എന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങൾ നടക്കുന്നു. എനിക്ക് ആദ്യ സമയങ്ങളിൽ വന്നിരുന്നത് ഇത് 3ാമത്തെ വട്ടം എന്തോ ആണ് എൻ്റെ ഇത് ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ വ്യക്തി വിളിക്കുന്നത്, അതായത് ഗൗതം ഈ മുകേഷിനെ വിളിക്കുന്നത്. ആദ്യ സമയത്ത് ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു. ആ സമയത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് നോക്കാം ചെയ്ത് കാര്യം, ഇപ്പൊ ഇലക്ഷന്റെ തിരക്കുകളിലൊക്കെ ആണെന്ന് പറയുന്നു. 2ാമത്തെ തവണ വിളിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. അതെ, 3ാമത്തെ തവണയാണ് ഈ പറഞ്ഞ കണക്ക് ഈ കയ്യങ്ങളിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അടുത്ത ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചേനെ. ആ രീതിയിലാണ് മുകേഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ, എന്തായാലും കൊല്ലത്തുകാരുടെ ഒരു തീരാശാപമായിട്ട് മുകേഷ് MLA ഇങ്ങനെ വിലസുകയാണ്. 2ാമത്തെ വട്ടവും വോട്ടിട്ട് ജയിപ്പിച്ച ഞാനടക്കമുള്ള കൊല്ലംകാർക്ക് അഭിനന്ദനങ്ങൾ.